പത്തനംതിട്ട റാന്നിയിൽ വനപാലകരുടെ കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കർഷകനായ പടിഞ്ഞാറച്ചെരുവിൽ ടി മത്തായി മരണപ്പെട്ടിട്ട് ഇന്ന് 6 വർഷം തികയുകയാണ്. നാടിനെ നടുക്കിയ കസ്റ്റഡി മരണത്തിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ പ്രാഥമിക അന്വേഷണങ്ങളിൽ കടുത്ത അവിശ്വാസവും ക്രമക്കേടുകളും ഉയർന്നതിനെ തുടർന്ന് മത്തായിയുടെ ഭാര്യ ഷീബ നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് കൈമാറാൻ ഉത്തരവിട്ടിരുന്നു. തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയും CBI അന്വേഷണവും ഉറപ്പായതിനു ശേഷം മാത്രമാണ് മറിച്ച് 40 ദിവസങ്ങൾക്ക് ശേഷം മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കാൻ പോലും ആ കുടുംബം തയ്യാറായുള്ളൂ. അത്രമേൽ ആഴത്തിലുള്ള നീതി പോരാട്ടമാണ് ആ കുടുംബം തുടക്കം മുതൽ ഉയർത്തിയത്. എന്നാൽ കേസ് അന്വേഷിച്ച CBI സമർപ്പിച്ച കുറ്റപത്രം കുറ്റക്കാരായ വനപാലകരെ സംരക്ഷിക്കുന്ന രീതിയിലാണെന്ന ഗുരുതര ആരോപണമുയർത്തി ഭാര്യ ഷീബ വീണ്ടും നിയമപോരാട്ടത്തിന് ഇറങ്ങിയിരുന്നു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയെ സമീപിച്ച കുടുംബം കസ്റ്റഡി മരണത്തിന് കാരണക്കാരായ വനപാലകർക്കെതിരെ കൊലക്കുറ്റം തന്നെ ചുമത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ഹർജി വിശദമായി പരിഗണിച്ച പ്രത്യേക CBI കോടതി കേന്ദ്ര ഏജൻസിയുടെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് തള്ളുകയും കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. മത്തായിയുടെ 6ാം ചരമവാർഷിക ദിനത്തിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും നീതി പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നതുവരെ തങ്ങളുടെ നിയമപോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഷീബയും കുടുംബവും. ഇന്ന് പൊന്നു മത്തായി വനപാലകരാൽ കൊല്ലപ്പെട്ടിട്ട് 6 വർഷം തികയുന്നു. 2020 ജൂലൈ മാസം 28-ാം തീയതി വൈകി 4 മണിക്ക് കസ്റ്റഡിയിലെടുത്ത പൊന്നുമത്തായി കൊല്ലപ്പെട്ട നിലയിൽ ഇവിടെ ഈ പൊന്നുമത്തായിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ 6 വർഷത്തിന് ശേഷം പൊന്നുമത്തായിയുടെ മരണം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ആ കുടുംബം കരകയറിയിട്ടില്ല. കേസിന്റെ നാൾ വഴികളെ പറ്റിയൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും സംസാരിച്ചു. വ്യക്തിപരമായി പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് വനം വകുപ്പിലെ വിഷയങ്ങളിൽ ഇത്രത്തോളം തീവ്രമായി പ്രതികരിക്കുന്നു. അതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അകാലത്തിൽ കൊല്ലപ്പെട്ട ഇവിടെ അന്തി ഉറങ്ങുന്ന പൊന്നുമത്തായി ഒരു നന്മയുള്ള മനുഷ്യനായിരുന്നു. ഒരു കേസിലും ആ സമയം വരെ വനപാലകർ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും പ്രതിയില്ലാത്തൊരു മനുഷ്യൻ. അവന്റെ ജീവിക്കാനുള്ള അവകാശം അവന്റെ 2 കുഞ്ഞുങ്ങളുടെ പിതാവ് നഷ്ടപ്പെടുന്നു. ഭാര്യ ഷീബ ഇപ്പോഴും അതിന്റെ ആഘാതത്തിൽ നിന്നും കരകയറിയിട്ടില്ല. വികലാംഗിയായ സഹോദരി വാർദ്ധക്യാവസ്ഥയിൽ ഇളയ മകനായ പൊന്നുമത്തായിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മാതാവ്. അവർക്ക് നീതി ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആത്മഹത്യയായി എഴുതിത്തള്ളപ്പെടേണ്ടിയിരുന്ന കേസ് CBI അന്വേഷിച്ചു. 7 പ്രതികൾക്കെതിരെ കുറ്റപത്രം കൊടുത്തു. ഒഴിവാക്കിയ പ്രതിയെ കൂടി വീണ്ടും പ്രതിപട്ടികയിൽ ചേർക്കണമെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പുനരന്വേഷണത്തിന് ഹർജി ഫയൽ ചെയ്തു. നാൾ വഴികളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് 8ാമത്തെ പ്രതിയെയും പ്രതി ചേർത്തുകൊണ്ട് CBI കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. ആത്മഹത്യ എന്ന് പറഞ്ഞത് നരഹത്യയാണ് എന്നത് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു. ഇങ്ങനെ എത്രയെത്ര മരണങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ പൊന്നുമത്തായിയുടെ മരണം വ്യത്യസ്തമായിരുന്നു. 2020 ജൂലൈ മാസം 28-ാം തീയതി പൊന്നുമത്തായി വനപാലകരാൽ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് വനം വകുപ്പ് ഡിഫൻസിലേക്ക് പോകേണ്ട സാഹചര്യം, അതായത് മലയോര മേഖലയിലെ ജനങ്ങളുടെ ഇടയിലേക്ക്, മനുഷ്യരിലേക്ക് വനം വകുപ്പും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചെയ്യുന്ന കിരാതമായ പ്രവൃത്തികൾക്കെതിരെ ഒരുമിച്ച് ശബ്ദിക്കുന്നതിനുള്ള ഒരു ഊർജമായിരുന്നു പൊന്നുമത്തായിയുടെ മരണത്തോടെ മലയോര മേഖലയിൽ കൈവന്നത്. കർഷക രക്തസാക്ഷിയായി
യഥാർത്ഥത്തിൽ പൊന്നുമുത്തായിയെ ഉൾക്കൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് ഇന്നേ വരെ നിരവധിയായ സമരങ്ങൾ, പിന്നീട് മലയോര മേഖലയിലെ മനുഷ്യർക്ക് നേരെ കൈ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അന്യായമായ അധികാരം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് ശ്രമിച്ചിട്ടുള്ളതെല്ലാം ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമുയർന്നിട്ടുണ്ട്. ആ ചെറുത്തുനിൽപ്പിൽ മലയോര മേഖലയിലെ മനുഷ്യർ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നിരന്തരമായ വന്യജീവി ആക്രമണങ്ങളും വനപാലകരുടെ ആക്രമണങ്ങളും നേരിടുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ മനുഷ്യർ ഒരുമിച്ച് നിൽക്കാൻ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് പൊന്നുമുത്തായിയുടെ മരണത്തിന് ശേഷമാണ്. ഇന്ന് കേരളത്തിലെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം മലയോര മേഖലയിലെ മനുഷ്യരുടെ അവരനുഭവിച്ചു വരുന്ന വന്യജീവി ആക്രമണവും മലയോര മേഖലയിലെ പ്രതിസന്ധിയും വനം വകുപ്പിന്റെ കിരാതമായ ഇടപെടലുകളും ഒക്കെ ഇന്ന് നിരന്തരമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഉറച്ചു പറയാൻ കഴിയും 2020 ജൂലൈ മാസം 28-ാം തീയതിക്ക് ശേഷമാണ്. അന്ന് പ്രതിപക്ഷത്തായിരുന്നവർ ഇന്ന് ഭരണപക്ഷത്താണ്. സാമ്പത്തികമായ ഓഫറുകളൊക്കെയായി 41 ദിവസം പൊന്നുമുത്തായിയുടെ ശരീരം അടക്കം ചെയ്യാതെ മോർച്ചറിയിൽ ഇരുന്ന സമയത്ത് സമീപിച്ചവരോടൊക്കെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് ഉറച്ചു പറഞ്ഞിരുന്ന പൊന്നുമുത്തായിയുടെ ഭാര്യ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല സാർ ഉൾപ്പെടെ, ശ്രീ മാത്യു കുഴൽനാടൻ, തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിലെ പ്രതിപക്ഷത്ത് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും, ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവരും ഉൾപ്പെടെ നിരന്തരമായ സമരങ്ങൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നിരന്തരമായ സമരങ്ങൾ, പ്രദേശവാസികൾ, സഭാ വിശ്വാസികൾ, ഇതിനെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വിഭിന്നതകളില്ലാതെ ഈ പ്രദേശത്തെ മനുഷ്യർ ഒരുമിച്ച് പൊന്നുമുത്തായിയുടെ നീതിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു, പോരാടി. ആ പോരാട്ടങ്ങൾ ഇന്നും മനുഷ്യരുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുമ്പോഴും ഇന്നും ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്നു തന്നെയിരിക്കും. അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നഷ്ടപരിഹാരം എല്ലാ കസ്റ്റോഡിയൽ മർഡർ കേസുകളിലും ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് ഇന്നേ വരെയുള്ള എല്ലാ കസ്റ്റോഡിയൽ മർഡർ കേസുകളിലും നൽകിയിട്ടുണ്ട്. അന്ന് ഭരണപക്ഷത്തിരുന്നവർ അതിന് തയ്യാറായില്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തിരുന്നവർ ഇന്ന് ഭരണപക്ഷത്താണ്. ഈ 6 വർഷം തികയുന്ന ദിവസം പൊന്നുമുത്തായിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിന് മാറി വന്ന സർക്കാരെങ്കിലും തയ്യാറാകണം. 2026 ജൂലൈ മാസം 28-ാം തീയതിയായ ഇന്ന് പൊന്നുമുത്തായിയുടെ ചേതന അറ്റ ശരീരം ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് പോകേണ്ടതായി വരുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകുന്നത് യഥാർത്ഥത്തില് അന്ന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ നിരവധിയായ സമരങ്ങൾക്ക് മുന്നിട്ട് നിന്നവർ അതിനനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്നത്തെ ദിവസം അന്ന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജൂലൈ മാസം 28-ാം തീയതി ഇവിടെ വരാറുണ്ട്. പൊന്നുവിന്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. കാരണം ഇന്നും പൊന്നു ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പ്രദേശവാസികൾക്ക്, കുടുംബത്തിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഉപകാരിയായിരുന്ന പൊന്നുമുത്തായി വിസ്മൃതിയിലാണ്ട് പോകാതെ മുൻപോട്ട് തന്നെ ജീവിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.